ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ അരിയുണ്ടയാണ്. അപ്പോൾ ഇതെങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അരിയുണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ 1 കപ്പ് അളവിൽ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരി നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറ്റി എടുത്തിട്ടുള്ള അരിയാണ്. ഇനി നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന ഏത് അരി വേണമെങ്കിലും നമുക്ക് ഈ അരിയുണ്ട തയ്യാറാക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരി ഒന്ന് ചേർത്തതിന് ശേഷം ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അരി ഒന്ന് വറുത്ത് എടുക്കാം. 1 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും അരി ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഈർപ്പൊക്കെ മാറി ഒന്ന് ചൂടായിട്ടുണ്ടാവും. ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് ലോയിലോട്ട് ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നെ ഒന്ന് വറുത്ത് എടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും അരി ചെറുതായിട്ടൊന്ന് പൊട്ടി വരാനായിട്ട് തുടങ്ങും. ഇതുപോലെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ചെറിയൊരു സൗണ്ട് കേട്ട് തുടങ്ങും. നമ്മൾ പോപ്കോണൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് പൊട്ടി വരുന്ന പോലെ ഈ അരിയും ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങും. ഈ ഒരു പൊട്ടി വരുന്ന സൗണ്ടൊക്കെ ഒന്ന് സ്റ്റോപ്പായി വരുന്നവരേക്കും നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കണം. ഇപ്പൊ ഏകദേശം ഒരു 7 മിനിറ്റോളം ആയപ്പോഴത്തേക്കും അരി 1/4 ഭാഗത്തോളം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ച് അരിയൊക്കെ മുഴുവനായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു 2 മിനിറ്റോടെ ഒന്ന് കൈയെടുക്കാതെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് എല്ലാ അരിയും ഒരുപോലെ തന്നെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നോളും. നമ്മൾ കടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് പൊടിഞ്ഞു പോകണം. ആ ഒരു രീതിക്ക് വേണം ഒന്ന് അരി ഒന്ന് വറുത്ത് എടുക്കാനായിട്ട്. ഇപ്പൊ എല്ലാ അരിയും നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒരുപാട് അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ജാറിൽ ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ അരിയെല്ലാം തന്നെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ 2 ഏലക്ക കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഈ അരി നമുക്ക് ഒരു പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് തേങ്ങയും ശർക്കരയും ആണ്. അപ്പം ഞാൻ 1 കപ്പ് അളവിൽ ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അരി പൊടിച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ കൂടെ 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്കിതുപോലെ കുറച്ചൊന്ന് ലൂസായിട്ടുള്ള ഒരു പരുവത്തിലായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ തേങ്ങ നമുക്ക് അരിയിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ കുഴച്ചെടുത്തിട്ടുള്ള ഉടനെ തന്നെ ഇതൊന്ന് ഉരുളയാക്കി എടുക്കണം. ഇതൊന്ന് തണുത്തതിന് ശേഷം ഉരുളയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊന്ന് ഹാർഡായിരിക്കും ഉരുളയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്ത ഉടനെ തന്നെ നമുക്ക് കുറേശ്ശെ ആയിട്ടൊന്ന് ഉരുളയാക്കി എടുക്കാം. കുറച്ചൊന്ന് അമർത്തി കൊടുത്ത് വേണം ഒന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ അരിയും ഒന്ന് ഉരുളയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.